എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. പ്രചണ്ഡമായ പ്രചരണ പരിപാടികളായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി കാത്തിരിപ്പാണ്. മെയ് 4 വരെ ആ കാത്തിരിപ്പ് നീളും. ആരായിരിക്കും കേരളം ഭരിക്കുക? LDFോ UDFോ? അതോ രണ്ട് മുന്നണിയെയും മറികടന്ന് മൂന്നാം മുന്നണിയോ? നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ചർച്ച ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ബേബി പച്ചോലി. അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തോക്കുപാറ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അതുകൂടാതെ തന്നെ ഇതേ സംഘടനയുടെ ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയാണ്. സ്വാഗതം സാർ. സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഉദ്വേഗപൂർണമായ ആകാംക്ഷാഭരിതമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു. വാശിയും ഒപ്പം വൈരാഗ്യവും എല്ലാം സമ്മേളിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വലിയ അവകാശവാദങ്ങൾ ഇരു മുന്നണികളല്ല, മൂന്ന് മുന്നണികളും ഉന്നയിക്കുന്നുണ്ട്. ആളുകളെല്ലാം വോട്ട് കഴിഞ്ഞതോടെ ചെറിയ ശാന്തതയിലാണ്. വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ പല വർഷങ്ങളെ അപേക്ഷിച്ച് ഏറെ കൂടിയിട്ടുണ്ട്. 78.23 എന്ന് മനോരമ പറയുമ്പോൾ 78.81 എന്നാണ് ഇന്ന് ദേശാഭിമാനി പറയുന്നത്. പല പത്രങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇത് 4ാമത്തെ ഏറ്റവും കൂടിയ ശതമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താവാം ഈ പോളിംഗ് ശതമാനം ഇത്ര കണ്ട് ഉയരാനുള്ള ഒരു കാരണം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നമുക്ക് പോളിംഗ് ശതമാനം ഉയർന്നു വന്നിരിക്കുന്ന ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വന്നിരിക്കുന്നത് ഇത്തവണയാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജനങ്ങൾ ഇതൊരു ആഘോഷമായി എടുക്കുകയും സംഘമായി എത്തി വോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കേവല ആഘോഷത്തിനപ്പുറത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തവണ ആവേശം കാണിച്ചത്, വോട്ട് ചെയ്യാൻ ആവേശം കാണിച്ചത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും ജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായി. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നു വന്നത് 2016 അത് UDF അനുകൂലമായി വരും എന്നാണ് അന്ന് UDF നേതൃത്വം എല്ലാം അവകാശപ്പെട്ടത്. പക്ഷേ അനുഭാവികളായ ആൾക്കാർ UDF അന്നത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കെതിരെ ഓടി വന്നിട്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ വന്ന വിജയം. അതിനുശേഷം 2021 LDF വീണ്ടും അധികാരത്തിൽ വന്നു. കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം. അന്നേരം വേറൊരു കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രശ്നങ്ങൾ, അതായത് പ്രകൃതി ദുരന്തങ്ങളുണ്ടായ വർഷങ്ങളാണ് ആ കാലഘട്ടത്തിലുണ്ടായത്. അത് വളരെ നല്ല വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നിലയിൽ പിണറായി വിജയൻ വളരെ നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതിനൊരു ഒരു പ്ലസ് മാർക്ക് ഇട്ട് കൊടുത്തതാണ് 2021 തെരഞ്ഞെടുപ്പിലെ. അത് കൊറോണയുടെ മാനേജ്മെൻറ്റ്, ഒപ്പം തന്നെ നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് പ്രളയം എന്ന് പറയുമ്പോൾ അത് ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളം കണ്ട വലിയ രണ്ട് പ്രളയങ്ങളായിരുന്നു. 2018 പ്രളയവും 2019 പ്രളയവും. അപ്പോൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്ത കാര്യത്തിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിജയിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലേ? അതിൻ്റെ മാർക്കായിരുന്നു ജനം എന്നിട്ട്. അതിൻ്റെ മാർക്ക് തന്നെയാണ് കഴിഞ്ഞ 2021 അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ ജയിച്ച മന്ത്രിമാർ, അദ്ദേഹം സെലക്ട് ചെയ്തെടുത്ത മന്ത്രിമാർ പ്രഗത്ഭരായ വ്യക്തികളായിരുന്നു. അതേസമയം 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. അവർക്ക് അത്രയും ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങ് പറയുമ്പോൾ ശോഭിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള റിസൾട്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ലേ? ഏകദേശം നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം പല കാര്യങ്ങളിലും ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ, അവരുടെ ചർച്ചകൾ, അവർ സംസാരിക്കുന്ന രീതികൾ, അത്തരം കാര്യങ്ങളിലെല്ലാം തികഞ്ഞ പരാജയമാണ്. പലപ്പോഴും അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഭരണഘടനയെക്കുറിച്ചും തെറ്റിച്ച് വർത്താനം പറയുന്നു. വേണ്ടത്ര എഫിഷ്യൻസി പ്രകടിപ്പിച്ചില്ല എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് ഇല്ലേ? തീർച്ചയായിട്ടും സാർ, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആളുകൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ആളുകളുടെ ഒരു പ്രവാഹം തന്നെ വളരെ രാവിലെ ഈ വോട്ടിംഗ് ബൂത്തുകളിൽ കണ്ടത്? അവർ എന്തോ നിശ്ചയിച്ചുറപ്പിച്ച പോലെയായിരുന്നു. എന്തായിരിക്കും അപ്പോൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്നാണ് അങ്ങ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്നാണോ? അതിനകത്തൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി പ്രവർത്തകരല്ല ഈ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്, അനുഭാവികളാണ്. ഈ അനുഭാവികളെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അഭ്യസ്തവിദ്യരായ ആൾക്കാർ കേരളത്തിൽ നിൽക്കുന്നില്ല. അഥവാ PSC ടെസ്റ്റ് എഴുതി വിജയിക്കുന്ന കുട്ടികൾ ഇവിടെ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിക്ക് പോവുകയാണ്. അല്ല, PSCയുടെ ഒക്കെ കാര്യത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ അല്ലെങ്കിൽ പാർശ്വവർത്തികളായ ആളുകളെ തിരുകുന്നു എന്നൊക്കെ ഒരു ആക്ഷേപമുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം UDF ഗവൺമെൻറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. UDFകാരും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ശയനപ്രദർശനമൊക്കെ നടത്തുകയും സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സത്യാഗ്രഹ പരമ്പര തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അവർക്ക് നിയമനം കൊടുത്തില്ല. ആകെ ഇത്തവണ ചെയ്തത് ഒരു 5 വർഷങ്ങളെ, അതായത് 35 വയസ്സെന്നുള്ളത് 40 വയസ്സായി ഉയർത്തി കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവർക്ക് നിയമനം നൽകിയില്ല. 1ാം റാങ്കുകാർക്കും കൊടുത്തില്ല. അപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം ഒരർത്ഥത്തിൽ LDFനെ തുണയ്ക്കാൻ സാധ്യത കുറവാണെന്നാണ് അങ്ങയുടെ നിരീക്ഷണം? ഉയർന്ന നിലവാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തോടുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ തവണയും അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനം നടന്ന ചില വർഷങ്ങളിലൊക്കെ LDFനെ അത് തുണച്ചിട്ടുണ്ട്. LDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ ഹ്ലാദചിത്തനായി വളരെ തുറന്ന മനസ്സോടെയാണ് മുഖ്യമന്ത്രി ഞങ്ങൾ അധികാരത്തിൽ വീണ്ടും എത്തും, 3ാം ഊഴം LDFനുള്ളതാണ് എന്ന് പറഞ്ഞത്. അക്കാര്യത്തെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റ് UDFൻ്റെ നേതാക്കന്മാരും 100 സീറ്റിനധികം പിടിക്കും എന്ന് പറയുന്നുണ്ട്. അതിപ്പോ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറയുന്നു. അത് വേറും രാഷ്ട്രീയമായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ UDF പറയുന്നതിൽ കൂടുതൽ സാങ്കത്യമുണ്ടെന്നാണ് അങ്ങയുടെ അഭിപ്രായം? കാരണം പല മേഖലകളിൽ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആശാവർക്കർമാരുടെ സമരത്തോട് അനുഭാവമായ പൂർണ്ണമായ കാര്യങ്ങൾ സ്വീകരിക്കണമായിരുന്നു. അവർക്കൊരു ചെറിയ 100 രൂപയെങ്കിലും കൂട്ടിക്കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമായിരുന്നു. അത്രയും നാൾ സെക്രട്ടേറിയറ്റ് കുടിൽ കെട്ടി സമരം ചെയ്തിട്ട് അവരെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അവരെ ബാധിക്കും. അത് അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സർക്കാരിനെ, ഭരണക്കാരെയൊക്കെ ബാധിക്കും. പക്ഷെ അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ഒട്ടേറെ സർവേകൾ കേരളത്തിനകത്തും പുറത്തും, ഔദ്യോഗികമായി അനൗദ്യോഗികമായി, ഔപചാരികമായി അനൗപചാരികമായി ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. സർവേകളിൽ നല്ലൊരു പങ്ക് സർവേകൾ LDFനെ പിന്തുണയ്ക്കുന്നവയായിരുന്നു. അതങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? പെട്ടു. കാരണം ഈ സർവേകൾക്ക്, അതായത് LDFകാരും UDFകാരും വിവിധ ചാനലുകളുണ്ട്. ഈ ചാനലുകളൊക്കെ, അതായത് ചെറുകിട ചാനലുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം ചാനലുകൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പരസ്യം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് UDFൻ്റെ ആ സെക്ഷനാണ് എടുത്തു നോക്കുന്നതെങ്കിൽ 100% അവർ 110 സീറ്റ് 120 സീറ്റ് നേടും എന്നുള്ള രീതിയിലാണ് സർവേ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ വരുന്നുണ്ട്. ഇപ്പുറത്ത് അതിൽ കൂടുതൽ വരുന്നത്. പക്ഷേ ഈ പ്രൈവറ്റ് ഏജൻസികൾ കൂടുതലും സർവേ ഫലങ്ങളുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അത് ഈ നെക്ക് ടു നെക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു സർവേ ഫലങ്ങളാണ് പുറത്തു വന്നത്. പക്ഷെ അങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ വോട്ടെടുപ്പിന് ശേഷം പുറത്തു വരുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും ഏകപക്ഷീയമാണ്. അതിന് മുൻപ് വരെ, അതായത് ഈ ഇലക്ഷൻ്റെ വോട്ടെടുപ്പിന് മുൻപ് വരെ
അല്ലെങ്കിൽ ഒരു 3-4 ദിവസം 2-3 ദിവസം മുൻപ് വരെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ LDF ഒരു പിടി മുന്നിൽ എന്ന നിലയിലായിരുന്നു സർവേകൾ വന്നുകൊണ്ടിരുന്നത്. ഈ ഇലക്ഷൻ ശേഷമാണ് ഇതിങ്ങനെ നേരെ തിരിച്ചു വരുന്നതും ബഹുമാനായ വെള്ളാപ്പള്ളി വരെയും തിരിച്ച് വർത്തമാനം പറഞ്ഞുകൊടുക്കുക. അതുവരെയും VD സതീശനെയും അതുപോലെ തന്നെ UDFൻ്റെ നേതാക്കന്മാരെയും പൂർണ്ണമായും അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ അധികാരത്തിലേക്ക് വന്നിട്ടില്ല, വോട്ടെണ്ണാൻ തുടങ്ങിയിട്ടില്ല, വോട്ടെണ്ണാൻ ഇനി മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കണം എന്നതൊക്കെ ഇരിക്കെ ഈ കേരളത്തിലെ ചില സാമുദായിക നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു ചെറിയ ആശങ്ക പടരുന്നുണ്ടെന്നല്ലേ അങ്ങ് സൂചിപ്പിക്കും? അതെ അതെ. കാരണം ഇവർ നേരത്തെ ഭരണപക്ഷത്തെ ന്യായീകരിക്കുകയും എന്ത് വേണേലും ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിൽ നിന്നും ഒരു വ്യത്യസ്തത, അതായത് ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ ട്രെൻഡിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഇപ്പോൾ പത്രക്കാരായ പത്രങ്ങൾ, ചാനലുകാരായ ചാനലുകാർ, അതുപോലെ തന്നെ UDFൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നേതാക്കന്മാരും അവരുടെ എല്ലാ ഘടകകക്ഷികളും ഉൾപ്പെടെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. തന്നെയല്ല, ഇന്ന് തന്നെ UDFൻ്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചർച്ച ആരംഭിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ എൻ്റെ ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നത്, LDFൻ്റെ ഭാഗത്തും ഇതുപോലെ ചില കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസമുണ്ട്. അവർ പാടെ തകർന്നിട്ടില്ല. അവർ അധികാരത്തിൽ ഒരു 80 താഴെ സീറ്റിൽ അധികാരത്തിൽ വന്നേക്കുമെന്നും അവരുടെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിനകത്ത് LDF കേന്ദ്രങ്ങളിൽ അവർക്ക് മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിലവിൽ ബിംബം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. അവിടെ മറ്റൊരു അവകാശവാദത്തിന് പ്രസക്തിയില്ല. അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം, അദ്ദേഹത്തിന് മന്ത്രിസഭയിലുള്ള ആൾക്കാരെ ഈ വരുന്നതെന്ന് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് മന്ത്രിയാക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇപ്പുറത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കത്തക്ക രീതിയിൽ 4-5 പേരുണ്ട്. അതിലാരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. ഈ 3, 4, 5 പേരെന്ന് അങ്ങ് സൂചിപ്പിക്കുന്ന 5 പേർക്കും ഈ സ്ഥലത്തേക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന് അർഹരുമാണ് അവർ. അപ്പൊ അതുകൊണ്ട് അവർ ഉന്നയിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അല്ലേ, അഥവാ ഭൂരിപക്ഷം കിട്ടിയാൽ. ഈ പറയുന്ന കാര്യത്തിൽ വല്ല വാസ്തവമുണ്ടോ? ഈ ഒരുപക്ഷെ ഈ കേരളത്തിൽ ഒരു UDF തരംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഈ ഗവൺമെന്റിനെതിരെ ഒരു വിരുദ്ധ തരംഗമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും സൂചന അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു വലിയ തരംഗമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചില കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ പിൻവാതിൽ നിയമനങ്ങൾ, PSC വകയുള്ള നിയമനങ്ങൾ നടത്താതെ പിൻവാതിൽ നിയമനങ്ങൾ എത്തി എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കന്മാർ, അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന എല്ലാവരും അസംതൃപ്തരാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നേഴ്സുമാർ, ഇവരെല്ലാം അസംതൃപ്തരാണ്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് ജനങ്ങളിൽ ഏശിയിട്ടുണ്ടോ? ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഏശിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ അത് പ്രചരിക്കുകയും അത് ഏൽക്കുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര വലിയ വിജയം അവർ കരസ്ഥമാക്കുമെന്ന്. അവരുടെ വിജയത്തിന്റെ പിന്നിൽ അവർ തന്നെ ഞെട്ടിയെന്നാണ് പറയുന്നത്. കാരണം റിസൾട്ട് വന്ന് ആദ്യ റിസൾട്ട് LDFന് അനുകൂലമായിരുന്നു, ആദ്യം 1 മണിക്കൂറിൽ. അത് കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് മറിയുന്നത്. അവർ പോലും വിചാരിച്ചില്ല ഈ 2-3 കോർപ്പറേഷനൊക്കെ അവരുടെ കയ്യിൽ വന്ന് ഒതുങ്ങും എന്ന് വിചാരിച്ചില്ല. മുനിസിപ്പാലിറ്റികൾ 63% പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകളൊക്കെ അങ്ങനെ വന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വിചാരിക്കുന്ന ഒത്തിരി രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലുണ്ട്. അങ്ങ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഞാൻ പറയട്ടെ, ആരും വിചാരിച്ചതല്ല. ഇടുക്കി നിയോജക മണ്ഡലം 8 പഞ്ചായത്തുകൾ ചേർന്നതാണ്. ഈ 8 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. അതും കൈപ്പത്ത ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അവിടെ ഭരിക്കുന്നത്. അത് ഒരിക്കലും വിചാരിച്ചൊരു സംഭവമല്ല. അത് ആകെ ഒരു 3-4 സീറ്റുകളിൽ ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന ആ സ്ഥലത്താണ് ജനം പോയി ശക്തമായ രീതിയിൽ പ്രതികരിച്ചത്. അതിന്റെ ഭൂപ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. അല്ല, അതുകൊണ്ടായിരിക്കുമോ ഈ തവണ ഇടുക്കി സീറ്റ് PJ ജോസഫിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചു വാങ്ങിയത്? ആയിരിക്കണം. അപ്പൊ ജയിക്കണം എന്നുള്ള 100% ദൃഢനിശ്ചയം തന്നെയാണ്. അപ്പൊ റോഷി അഗസ്റ്റിന് റോയ് കെ പൗലോസ് ഭീഷണിയായി മാറിയേക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ആണ്.
അങ്ങനെ സംഭവിച്ചേക്കും. അങ്ങനെ സംഭവിച്ചു. അവിടെ 75.8% ആണ് അവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇടുക്കിയിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന സ്ഥലമാണ് ഇടുക്കി. അതായത് 5 നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് ഇവിടെ 77 സംതിങ് ആണ് ദേവികുളത്ത്, 79 സംതിങ് ആണ് ഉടുമ്പൻചോലയിൽ, 76 സംതിങ് ആണ് തൊടുപുഴയിൽ, 77 സംതിങ് ആണ് പീരുമേട്ടിൽ. അവിടെ വെച്ച് നോക്കുമ്പോൾ ഇത്ര ഏറെ ഹാലിളകി പ്രചണ്ഡമായ പ്രചരണം നടത്തിയ കോൺഗ്രസ്സുകാർ ഇളകി മറിഞ്ഞു എന്നൊക്കെ പറയുന്ന ഇടുക്കിയിൽ എന്തുകൊണ്ടായിരിക്കാം താരതമ്യേന വോട്ടിംഗ് ശതമാനം താഴെ പോയത്? അതായത് നമ്മുടെ ഒരു ശരാശരി വോട്ടിംഗ് ശതമാനം ഇടുക്കിയിലെ 77.7 ആണ്. അത് 75 സംതിങ് ആയിട്ട് ഇടുക്കിയിൽ താന്നു. ഇടുക്കി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ അതെന്തുകൊണ്ടായിരിക്കും? ഈ ശതമാനക്കണക്കിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഇടുക്കി കട്ടപ്പന മേഖലകളിലുള്ള ചെറുപ്പക്കാർ, കുട്ടികൾ പലരും ഇവിടെയില്ല, വിദേശങ്ങളിലാണ്. ഇവരെ ഒന്നും കൊണ്ട് വോട്ട് ചെയ്തിട്ടുമില്ല. വിദേശങ്ങളിലുള്ളവർക്ക് ഇവിടെ വോട്ടിന് വേണ്ടി വന്നു പോകാത്ത എളുപ്പമല്ല. പോരെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം നടക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി മൂലം പലപ്പോഴും ഈ UK നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കുട്ടികൾക്ക് വരാൻ പറ്റുന്നില്ല, അമേരിക്കയിൽ നിന്ന് വരാൻ പറ്റുന്നില്ല, കാനഡയിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അത് ഈ ഇങ്ങനെയുള്ള വോട്ടുകൾ കൂടുതൽ UDFന്റെ വോട്ടുകളായിരിക്കില്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. ഈ ചെറുപ്പക്കാർ, കുട്ടികളുടെ മനസ്സ് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ വോട്ട് ഇരുമുന്നണികളെയും ബാധിച്ചേക്കാം. ഇരുമുന്നണി എന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഇപ്പൊ 3 മുന്നണിയാണ് പ്രധാനമായിട്ട്. അത് ഒരു പക്ഷേ ഇടുക്കി ജില്ലയിലെ ഏറ്റവും 3 മുന്നണികളും ശക്തമായി മാറ്റുരച്ചത് ദേവികുളം നിയോജകമണ്ഡലത്തിൽ. അതിപ്പോ ഇടുക്കിയിലെ 3ാം മുന്നണിയായിട്ട് മത്സരിക്കുന്ന, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ദേവികുളംകാരനാണ്, ദേവികുളം മണ്ഡലംകാരനാണ്, അടിമാലിക്കാരനാണ്, അടിമാലിലെ വക്കീലാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച എന്താ, ദേവികുളത്ത് എസ് രാജേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതുകൊണ്ട് ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തെ പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 68 സംതിങ്ങിൽ നിന്ന് 77 സംതിങ്ങിലേക്ക് ഏതാണ്ട് 10% അടുത്ത് വോട്ട് വർധനമാണ് 2021 അപേക്ഷിച്ച് ഇവിടെ, അതായത് ദേവികുളം മണ്ഡലത്തിൽ. അങ്ങ് ശ്രദ്ധിച്ചു കാണും. അത് ഏതാണ്ട് 9% വോട്ട് വർധനവുണ്ടായിരിക്കുന്നു. നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ? ഇല്ല. അത് ഈ രാജേന്ദ്രന്റെ ഈ BJPയിലൂടെയുള്ള സാന്നിധ്യമാണ് അതിന് കാരണം. 3 മുന്നണികളും ശക്തമായ പ്രചരണം നടത്തിയിരുന്നു. 3 മുന്നണികളും കിട്ടാവുന്ന അത്ര മാക്സിമം വോട്ടുകൾ ശേഖരിക്കാൻ അവർ ശ്രമിച്ചു. രാജേന്ദ്രൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര ചെറിയ സാന്നിധ്യമല്ല. 3 വർഷം MLA ആയിരുന്ന ഒരാൾ, ഒരു ടൈം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആൾ, പേഴ്സണലായി ദേവികുളം നിയോജകമണ്ഡലത്തിൽ വലിയ തോതിൽ പേഴ്സണലായി അറിയപ്പെടുന്നയാൾ, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ കഴിയുമോ? അദ്ദേഹം ഒരുമാതിരി കൂടുതൽ വോട്ട് പിടിക്കുന്നത് BJPക്ക് ഒരു വോട്ടുണ്ട്, ഒരു വോട്ട് പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പേഴ്സണലായി നേടുന്ന വോട്ട് എനിക്ക് തോന്നുന്നത് നേടുന്നതിൽ ഒരു 60% CPMന്റെ വോട്ടായിരിക്കും. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന്, BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നത് 2 or 3 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യാൻ സാധ്യത എസ് രാജേന്ദ്രനാണെന്ന് വരെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് BJPക്കാരുടെ വ്യാമോഹമായിരിക്കാം ചിലപ്പോൾ, നമുക്ക് പറയാനില്ല. പക്ഷെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു എസ് രാജേന്ദ്രൻ 2ാം സ്ഥാനത്ത് എങ്കിലും എത്തും എന്നുറച്ചു വിശ്വസിക്കുന്ന ധാരാളം BJP പ്രവർത്തകരുള്ള നാടാണിത്. അവർ വിചാരിക്കുന്നു അവർ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തിയിരിക്കും, ഏതെങ്കിലും ഒരു രാജ 3ാം സ്ഥാനത്തായിരിക്കുമെന്ന് ഉറച്ച് പറയുന്ന BJPക്കാരെ കാണാൻ ഇപ്പോൾ മണ്ഡലത്തിൽ. അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ടോ? അവർക്കത് അവകാശപ്പെടാവുന്നതേ ഉള്ളൂ. കാരണം അവർ അത്രമാത്രം പ്രചരണം അവർ നടത്തി. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അതിന് സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ എസ് രാജേന്ദ്രന്റെ പ്രവർത്തന പരിചയം അങ്ങ് സൂചിപ്പിച്ചല്ലോ. വലിയ പ്രവർത്തന പരിചയം, 15 വർഷക്കാലം MLA ആയിരുന്നു എന്നുള്ള അനുഭവ പാഠങ്ങൾ, അതൊക്കെ വലുതാണ്, നിസ്സാരമായിട്ട്. പിന്നെ അദ്ദേഹം വ്യക്തിപരമായി സൂക്ഷിക്കുന്നു, അങ്ങായിട്ടുള്ള ബന്ധം, ഞാനായിട്ടുള്ള ബന്ധം എന്ന് വേണ്ട. ഈ മണ്ഡലത്തിൽ അദ്ദേഹം അറിയാത്ത ഒരാൾ പോലും ഇല്ല, എല്ലാവരുമായിട്ടുള്ള ബന്ധം. പക്ഷെ അതെല്ലാം വോട്ടായി മാറണമെന്നില്ലല്ലോ. ഇല്ല. അഥവാ പേഴ്സണലായി പിടിക്കുന്ന വോട്ട്, അതായത് അനുഭാവികളുടെ വോട്ടേ പിടിക്കാൻ കഴിയുള്ളൂ. അതായത് ഒരു പാർട്ടിക്കാരുടെയും വോട്ട് പിടിക്കാൻ കഴിയില്ല, ഒരു വോട്ടും പിടിക്കാൻ കഴിയില്ല. പിടിക്കില്ല. ഞാൻ പറഞ്ഞത് അനുഭാവികളുടെ വോട്ടാണ്, അല്ലാതെ CPMന്റെ പക്ക വോട്ടല്ല. CPMന്റെ ജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്, കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ അല്ല വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ CPM-ന് പ്രവർത്തകരല്ല വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്, അനുഭാവികളാണ്. ഇനിയിപ്പോൾ അനുഭാവികളും അല്ലാത്ത കുറെ നിഷ്പക്ഷരും നമ്മുടെ നാട്ടിലുണ്ട്. നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ല സത്യം പറഞ്ഞാൽ. എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പക്ഷെ സമയാസമയങ്ങളിൽ പക്ഷം ചേരുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ നമുക്കിപ്പോൾ തൽക്കാലം നിഷ്പക്ഷരെന്ന് വിളിക്കാം. അങ്ങനെ ഒരു 7-8% ഉണ്ട് ആള്. ഈ 7-8% സത്യത്തിൽ തീരുമാനിക്കുന്ന ആരാ ജയിക്കേണ്ടതെന്ന്. അവരാണ് തീരുമാനിക്കുന്നത്. അവര് ഒരുപക്ഷെ രാജ്യം തന്നെ അനുകൂലമായി വോട്ട് ചെയ്യുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചിന്തിക്കുന്നവർ ഈ ഭരണകക്ഷിയുടെ പെട്ട ആൾക്കാർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ പ്രയോജനമുള്ളൂ, എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നിലയിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഇടുക്കിയിലെ 5 സീറ്റും നിയമസഭാ സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF കുറേ വർഷങ്ങളായി LDF ഈ 5 സീറ്റ് എന്ന് പറയുന്നത് ശരിയല്ല, തൊടുപുഴ വിളിച്ച് തൊടുപുഴ പി ജോസഫ് സാർ ജയിച്ച മണ്ഡലമാണ്. ബാക്കി 4 സീറ്റും LDFൻ്റെ കയ്യിലായിരുന്നു ഇല്ലേ? കുറേ വർഷങ്ങളായിട്ട് അത് അങ്ങനെയാണ്. പീരുമേട് കുറേ വർഷങ്ങൾ ബിജിമോൾ മത്സരിച്ച കാലം തൊട്ട് പീരുമേട് CPIയുടെ കയ്യിലാണ്. ഒപ്പം തന്നെ ഇടുക്കി കഴിഞ്ഞ കുറേ 20 വർഷങ്ങളിലധികമായി 4 ടൈമിലധികമായി റോഷി അഗസ്റ്റിൻ്റെ കയ്യിലാണ്. അദ്ദേഹം LDFൽ നിൽക്കും, അദ്ദേഹം UDFൽ നിൽക്കുമ്പോഴും LDFൽ നിൽക്കുമ്പോഴും റോഷിയുടെ കയ്യിലാണ്. തിരിച്ച് ഇപ്പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ മണിയാശാന്റെ 2 തവണ മണിയാശാൻ ജയിച്ച മണ്ഡലമാണ് ഉടുമ്പൻചോല ഇല്ലേ? ആദ്യം വലിയ ഭൂരിപക്ഷം ഇല്ലായിരുന്നു, പക്ഷെ 2ാം വട്ടം മത്സരിച്ച് ജയിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ യാസി എന്ന് പറയുന്ന ഒരു നേതാവിനെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ പിന്നിൽ വിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ തവണ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. അദ്ദേഹം തോറ്റുപോയി. കാരണം പ്രായാധിക്യം ഒക്കെ അതൊക്കെ അങ്ങനെ പ്രായാധിക്യം എന്ന് പറയാറായിട്ടില്ല. പ്രായാധിക്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയുടെ പ്രായാധിക്യം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രായമായി, അത് സംബന്ധിച്ചു. പക്ഷെ പ്രായാധിക്യം അല്ല അതിന്റെ പിന്നിൽ. അതിന്റെയൊക്കെ പിന്നിൽ വേറെയും ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ ആളുകളൊക്കെ ആണല്ലോ മണിയാശാനെ പോലുള്ള ആളുകളൊക്കെ ഈ അവസ്ഥയെക്കാളൊക്കെ എത്രയോ പ്രായമുള്ളതാണ്. പക്ഷെ അതല്ല ഇപ്പോൾ അതിൻ്റെ കാരണങ്ങൾ. അതൊക്കെ ജനസമ്മതിയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദേവുളാവട്ടെ കഴിഞ്ഞ 20 വർഷമായി LDFൻ്റെ കയ്യിലാണ് അല്ലേ? പക്ഷെ UDFകാർ പറയുന്നത് ഈ തവണ 5 മണ്ഡലങ്ങളും UDF പിടിക്കുമെന്നാണ്. എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്? കഴിഞ്ഞ 40 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജാക്കാട് LDF ആണ്. ഏത് രാജാക്കാട് പഞ്ചായത്ത്? രാജാക്കാട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ആ പഞ്ചായത്ത് വളരെ നിസ്സാരം 1-2 പേരൊഴികെ ബാക്കി മുഴുവൻ UDF പിടിച്ചെടുത്തു. അതുപോലെ പല പഞ്ചായത്തുകളും. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ. ഈ അതിർത്തി പഞ്ചായത്തുകൾ ഇപ്പൊ ചിന്നക്കനാല്, ശാന്തമ്പാറ, രാജകുമാരി പോലുള്ള വട്ടവട പോലുള്ള പഞ്ചായത്തുകൾ LDFന്റെ കയ്യിലേക്ക് പോയി. എന്തിന്? നമ്മുടെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഉൾപ്പെടെ പോയി. പക്ഷേ വേറെ പല പഞ്ചായത്തുകൾ, ഇപ്പൊ മൂന്നാർ പോലുള്ള പഞ്ചായത്ത് ഇല്ലേ, അതുപോലുള്ള പഞ്ചായത്ത്, ഒപ്പം തന്നെ രാജാക്കാട് പോലുള്ള പഞ്ചായത്ത്, പള്ളിവാസൽ പഞ്ചായത്ത്, അടിമാലി, വെള്ളത്തോല്, മാങ്കുളം, വർഷങ്ങളായി മാങ്കുളം LDFന്റെ കയ്യിലായിരുന്നു. അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ നേട്ടമാണ്. ഇപ്പൊ കാന്തല്ലൂർ LDFന്റെ കയ്യിലാണ്, UDFന്റെ കയ്യിലാണ്. പക്ഷെ മറയൂര് വലിയ ഭൂരിപക്ഷത്തോടെ UDFന്റെ കയ്യിലാണ്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്നത് അത് ദേവുളത്തിന്റെ കാര്യം അങ്ങ് പറയുന്നത് അങ്ങ് ഒരു റാൻഡം ആയിട്ട് എടുത്തിട്ട് അങ്ങ് സംസാരിച്ചതായിരിക്കും രാജാക്കാട് പഞ്ചായത്തിന്റെ കാര്യം. അതുകൊണ്ട് ഒത്തിരി പഞ്ചായത്തുകൾ ഇപ്പോൾ UDF പിടിച്ചടക്കിയിട്ടുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊക്കെ നിയമസഭാ ഇലക്ഷനിലേക്കുള്ള പാറ്റേൺ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പാറ്റേണുമായി വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ LDF പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ 5 വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല, 2-3 പഞ്ചായത്തുകൾ അല്ല 2-3 നിയമസഭാ മണ്ഡലങ്ങൾ ഞങ്ങൾ ഭരിക്കുക തന്നെ ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. അതിലൊന്നാണ് ദേവികുളം അവർ പറയുന്നത്. 2 അവര് ഉടുമ്പൻചോല വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒപ്പം തന്നെ പീരുമേട്, ഒരുപക്ഷെ ഇടുക്കിയുടെ കാര്യത്തിൽ അവർക്ക് സന്ദേഹങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ഭൂപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ റവന്യൂ കൈകാര്യം ചെയ്യുന്നത് മറ്റേ CPIയുടെ ആളാണ്. അത് അവർ നല്ല രീതിയിലല്ല. ഇടുക്കി ജില്ല വനപ്രദേശമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വന്യജീവികളുടെ ആക്രമണം, ഇതൊക്കെ സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളത്. അത്തരം ഈ 2 വകുപ്പുകൾ പൂർണ്ണ പരാജയമായിരുന്നു. ആ കാര്യത്തിൽ അങ്ങ് പറഞ്ഞാൽ ഒരു കാര്യം, ഈ പ്രകടന പത്രിക 2 പാർട്ടികളും തയ്യാറാക്കിയല്ലോ, 3 പാർട്ടികൾ. അതിൽ BJPയുടെ പ്രകടന പത്രിക ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു. ഈ കോൺഗ്രസിന്റെയും അതായത് LDFന്റെയും UDFന്റെയും
ഒറ്റ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങിയത്. ആ. സത്യത്തിൽ പ്രകടനപത്രികയൊക്കെ വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ഇറങ്ങി ചർച്ചയാക്കേണ്ടതാ, ജനങ്ങളിലേക്ക് ചർച്ചയാക്കേണ്ടതാ. ഒരർത്ഥത്തിൽ ചർച്ചയാക്കാതിരുന്നത് നന്നായി തോന്നുന്നു. കാരണം പ്രകടനപത്രിക ഇറങ്ങിയിട്ട് അധികം താമസിയാതെ തന്നെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു LDFന്റെ പ്രകടനപത്രികയിൽ. അതെന്താണെന്ന് വെച്ചാൽ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് 3 തരം ബഫർ സോണുകളെ വീണ്ടും ഉൾപ്പെടുത്തുക ചെയ്ത് അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നു. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ ജാഗ്രത കാണിക്കാതെ, നന്നായി വായിച്ചു നോക്കുക പോലും ചെയ്യാതെ, അതൊരു എഡിറ്റിങ്ങിന് വിധേയമാക്കാതെ ഈ വലിയ പരിസ്ഥിതി ബുദ്ധിജീവികളുണ്ടല്ലോ അവർക്ക് എഴുതി കൊടുത്ത് അതേപടി പ്രസിദ്ധീകരിക്കുക ചെയ്തെന്ന ആക്ഷേപമുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അത് വന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിലെ കൂടുതൽ പ്രദേശങ്ങളും വനപ്രദേശമാക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനമാണ് അതിനകത്ത് സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ കഴിയുന്നത്. പക്ഷെ അത് അബദ്ധം പറ്റിയതാണെന്നും അത് തിരുത്താൻ തയ്യാറാണെന്നും LDF പറയുകയുണ്ടായി. പക്ഷെ അത് പ്രകടന പത്രികയിൽ വയ്ക്കുമ്പം അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ. വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുമാണ് അല്ലേ. അത് പെട്ടെന്ന് തന്നെ UDF ആയുധമാക്കുകയും ചെയ്തു. അതെ, കിട്ടിയ സമയം കൊണ്ട് അവരത് അതുകൊണ്ടാണ് അവരെ 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചത്. അത് VD സതീശൻ ആനച്ചാലിൽ വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആ കാര്യത്തിലാണ്, ഈ ഒരൊറ്റ വിഷയത്തിലാണ്. അത് അവർ ചെയ്യുമല്ലോ, അവർക്ക് അങ്ങനെ ഒരു ആയുധം വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവര് അത് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഈ തവണ സ്ത്രീ വോട്ടർമാര് ഏതാണ്ട് 7% സ്ത്രീ വോട്ടർമാരാണ് ഈ കുറി വോട്ട് ചെയ്തത്. 81.8% സ്ത്രീകൾ വോട്ട് ചെയ്തതായിട്ടാണ് കണക്ക്. അത് നമ്മൾ റെക്കോർഡാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടർമാര് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഘമായി പോയി വോട്ട് ചെയ്തത്? മുൻവർഷത്തെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കുറെ കൂടെ വായിക്കാനും അതുപോലെ തന്നെ ചാനലുകൾ കാണാനും ഒക്കെ അവസരങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ ബോധങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇനി വരുന്ന നമ്മളെ ഭരിക്കാൻ വരുന്നവരാണ് ഇനി വരുന്നവർ. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടുതൽ ഗുണകരമായ രീതിയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ. പിന്നെ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് ബസ്സുകളിൽ, ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് UDF ഗവൺമെൻറ്റാണ്. UDF ആണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല, UDF ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നീട് അത് LDFും അതുപോലെ തന്നെ BJPയും ഒക്കെ ഏറ്റുപിടിച്ചു എങ്കിൽ തന്നെയും അതിനകത്ത് ആദ്യം പ്രഖ്യാപിക്കാത്തത് ഇവരാണ്. അല്ലേ, LDFന്റെ ഭരണപത്രയിൽ സൗജന്യ യാത്രയൊന്നും പറഞ്ഞിട്ടില്ല, BJPയുടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൗജന്യ യാത്ര അതിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധവുമായി ബന്ധപ്പെട്ട്, സ്ത്രീയുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബശ്രീ പോലുള്ള ഒട്ടേറെ സംഘടനകൾ, ഒട്ടേറെ സംഘങ്ങൾ ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങേക്കറിയാം. ആ രംഗത്ത് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്നത് ചെറുതല്ല, സ്ത്രീ സാക്ഷരതയും ചെറുതല്ല. അപ്പോൾ ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധം അടുത്ത കാലത്ത് വളരെ വലുതായി എന്നതുകൊണ്ടല്ലേ സത്യത്തിൽ അവർ ഈ കൂട്ടമായി എത്തി വോട്ട് ചെയ്തത്? അതിനകത്തൊരു പരിധിയിൽ അധികം കുടുംബശ്രീ എന്ന് പറയുന്ന സംഘടന, ഒരു പ്രസ്ഥാനത്തെ തൻ്റെ സാന്നിധ്യം ഗുണകരമായി എന്ന് തന്നെ ഈ സർക്കാർ ഒരു സ്ത്രീപക്ഷ സർക്കാരായിരുന്നു എന്ന് സ്ത്രീകൾ കരുതി കാണുമോ? അങ്ങനെ കരുതി കാണാൻ സാധ്യത കുറവ്. എന്നാൽ നേരെ തിരിച്ച് സ്ത്രീ വിരുദ്ധ സർക്കാരാണെന്ന് കരുതിയിട്ടുണ്ടാവും? അങ്ങനെയും കാണാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്ക് ഒരു സ്ത്രീ വിരുദ്ധതയൊന്നും ഇവർ ചെയ്തിട്ടില്ല. എന്ന് കരുതി സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് എന്നും അവർ ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആശാവർക്കർമാരുടെ കാര്യത്തിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആശാവർക്കർമാർ അങ്ങനെ ചെയ്താൽ പോരാ. ഈ സ്ത്രീകൾക്ക്, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെയൊക്കെ കുറെ 25 ലക്ഷം, അതുപോലെ വായ്പ പദ്ധതി, ഇങ്ങനെ 4-5 ഇനം ഈ രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണും അല്ലേ. ഇനി അഥവാ അങ്ങനെ UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ LDFന് സമരം ചെയ്യാൻ ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. സമരം ചെയ്യാൻ ഇവര് തന്നെ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടില്ലേ? ഇല്ലേ? ഇതൊക്കെ കൃത്യമായി നടക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട്? കൃത്യമായി നടത്തും എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ സമരത്തിന്റെ കാര്യം സൂചിപ്പിച്ചത്. അപ്പോ ഈ സമരം ചെയ്യാനുള്ള അവസരം മുൻകൂട്ടി തന്നെ ഉണ്ടാക്കി വെക്കുക ഇല്ലേ? ഇത് നടക്കും എന്ന് പൂർണ്ണമായിട്ടും പ്രായോഗികമാവുമോ എന്നൊന്നും അറിയില്ല. ഇപ്പൊ ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പറയും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട് ബസ്സിൽ നിന്ന്. അപൂർവം ചില ബസ്സുകളിലേ ഉള്ളൂ.
സർക്കാരിന്റെ എല്ലാ ബസ്സുകളിലും ഇല്ല. ഇല്ല. അവർ സെലക്റ്റീവായ ചില ബസ്സുകളുടെ നമ്പർ ഉണ്ട്. ആ ബസ്സിൽ കയറിയാൽ സൗജന്യ യാത്ര കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അത് ഓർഡിനറി ആയിരിക്കും. ആയിരിക്കും. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കണ്ട് പ്രായോഗികമാവും. തന്നെയല്ല, ദീർഘദൂര സർവീസുകൾ നമുക്ക് ധാരാളമായി ഉണ്ട്. നമ്മളൊക്കെ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരമൊക്കെ പോകുന്നപ്പോൾ UDF ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എല്ലാ ബസ്സുകളും ഫുള്ളായിരിക്കും തിരുവനന്തപുരത്തേക്കുള്ളത്. അത് കേരളത്തിന്റെ ഏത് അത്യുത്തര കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ അങ്ങനെയായിരിക്കും. കാരണം എപ്പോഴും അവിടെ ആഘോഷങ്ങളായിരിക്കും. എപ്പോഴും അങ്ങോട്ടുള്ള ഒരു യാത്ര കാണാം, ജനങ്ങളുടെ ഒരു തിരക്ക് കാണാം. അപ്പൊ അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് സൗജന്യ യാത്രയായി കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ്. കാര്യത്തിലൊന്നും സംശയമില്ല. നമ്മൾ അതിനെ പരിഹസിക്കുന്ന ഒന്നല്ല, അങ്ങനെയൊന്നല്ല കേട്ടോ, ഒരിക്കലും അല്ല. പക്ഷെ അതിനകത്ത് ഒരു ദീർഘവീക്ഷണത്തിന്റെ കുറവുണ്ടോയെന്ന് എനിക്ക് സംശയം വന്നുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതുവിൽ ഈ പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ അത് ഒരു ചങ്കിടിപ്പ് UDFനെ സംബന്ധിച്ചുള്ള ചങ്കിടിപ്പില്ല. കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്, ഇല്ലേ? ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഒരു സംഘമായി. SDPIയുടെ കാര്യത്തിൽ LDFന് അനുകൂലമായൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഒടുവിൽ വിനയായി എന്ന് പറയുന്നുണ്ട്. അതിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ടോ? സത്യത്തിൽ അവർക്ക് ഗുണമാവുകയില്ലേ? യഥാർത്ഥത്തിൽ അത് ഇവരെ കാര്യമായി ബാധിക്കാനൊന്നും വലിയ സാധ്യതയില്ല. കാരണം SDPIക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ശക്തി, SDPI ശക്തി കുറച്ച് കാണേണ്ടതില്ല. അങ്ങ് സൂചിപ്പിക്കുന്ന പോലെയല്ല, അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല. SDPI വളരെ ശക്തമായി കേരളത്തിൽ സാന്നിധ്യം അനുഭവിക്കുന്നതാണ്, അറിയിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് നിർണായക ശക്തിയായി വളരുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അക്കാര്യത്തിൽ അവരുടെ പേരിൽ ചില ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നിലവിലുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ അവരുടെ പിന്തുണ സ്വീകരിച്ചതും സ്വീകരിക്കാത്തതും അവസാനമായപ്പോൾ ഏതാണ്ട് ഒരുപോലെ ആയ മട്ടായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തോ ആവട്ടെ, ഏതായാലും കേരളത്തിലെ ഈ UDFനെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് SDPIയുടെ പിന്തുണ കൊണ്ടോ അല്ലെ PDPയുടെ പിന്തുണ കൊണ്ടോ ജയിക്കുക എന്ന് പറയുന്നത് അതിലുപരി അവർക്ക് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതിൽ ആശ്രയിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ നന്നായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ഇന്ന് ഇത് റെക്കോർഡിംഗ് ചെയ്യുന്ന സമയമാണ്. നാളെയാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയം. ഇന്നത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത്, ഇന്ന് മുൻ മന്ത്രി എന്ന് ഞാൻ ചോദിക്കുന്ന ചീഫ് വിപ്പൊക്കെ ആയിരുന്ന നമ്മുടെ PC ജോർജ്, അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും കത്തോലിക്ക സഭയ്ക്കെതിരെ അതിശക്തമായ രംഗത്ത് വന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടോ? ഇന്ന് അതെ, അതിശക്തമായ 2 പേരും രംഗത്ത് വന്നിട്ടുണ്ട്. അത് കത്തോലിക്ക മെത്രാന്മാർ UDFന് അനുകൂലമായി നിന്നുവെന്നും അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. FCR ഫണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഇനി കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഷോൺ ജോർജ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഞാൻ പറയുന്ന അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൂന്നാം മുന്നണി, അതായത് NDAക്ക് പ്രതീക്ഷിച്ച വോട്ട്, താമരശ്ശേരി രൂപതാ ബിഷപ്പ് ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. വിഗ്രഹങ്ങളെ അത് ആരെയാണ് ഉദ്ദേശിച്ചത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഇന്ന് ഈ വോട്ടിന് ശേഷം ചില പ്രതികരണങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. ചിലർക്ക് എതിരായി, ചിലർക്ക് അനുകൂലമായൊക്കെയാണ് വരുന്നത്. അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ ഈ സുധാകരനെ പോലുള്ള ചില നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പേസ് നഷ്ടപ്പെട്ട് ആ LDFന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു വന്ന 3-4 പേരുണ്ട്. അതിൽ പ്രധാനിയാണ് സുധാകരൻ, അല്ലേ? ഒപ്പം തന്നെ ഐഷ പൂറ്റി, മറ്റൊന്ന് TK ഗോവിന്ദൻ, പിന്നെ കുഞ്ഞികൃഷ്ണൻ മാഷ്, അങ്ങനെ ഉള്ള ആളുകൾ. അപ്പോൾ ഇത്രയും പേര് പ്രധാനമായിട്ട്, അല്ലാതെയും വേറെയും ഉണ്ട്. PK ശശിയെ പോലുള്ളവരുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ, ഒരു 1 ഡസൻ ആളുകൾ UDFന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഇവരുടെ ഈ പാർട്ടിയിൽ നിന്നുള്ള പോക്ക് LDFനെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവുമോ? വലിയ തോതിൽ അലോസരപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഓരോ പ്രസ്താവനകളും, നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് വടക്കൻ കേരളത്തിൽ ഈ തളിപ്പറമ്പിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഓടി നടന്ന് മുഴുവൻ സ്ഥലങ്ങളിലും നടന്ന് പ്രചരണ രംഗത്ത് വരേണ്ട ഒരാൾ തളിപ്പറമ്പ് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട രീതിയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് എന്താ? അല്ലാത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താ പോലും ഈ തരത്തിലുള്ള സ്പേസ് നഷ്ടപ്പെട്ട ചില ആദർശശാലികളായ ആളുകൾ, പാർട്ടിക്കകത്തെ ആദർശ ബിംബങ്ങൾ, അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് അവരെ ആലോചനപ്പെടുത്തിയിരിക്കും എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്, ഇല്ലേ? ഈ PK ശശിയെ പോലുള്ള ആളുകളെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുമ്പോൾ UDF ആ തരത്തിലുള്ള ചിന്തയൊന്നും വെച്ച് പുലർത്തിയില്ലേ?
പി.കെ. ശശി നിർത്തിയുള്ള അങ്ങയുടെ താല്പര്യം എന്താ? UDF കാൻഡിഡേറ്റ് ആയിട്ട് പി.കെ. ശശി വന്നതിലുള്ള അങ്ങയുടെ ഉദ്ദേശം? കാരണം വർഷങ്ങളായിട്ട് ആ നിയോജക മണ്ഡലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആ മേഖലകളിൽ സ്വാധീനമുള്ള ഒരാളാണ് പി.കെ. ശശി. അദ്ദേഹം LDF വിട്ട് പുറത്ത് വരികയും സ്വതന്ത്രനായി മത്സരിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പിന്തുണ കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഓക്കെ ഞാൻ അങ്ങയുടെ അഭിപ്രായം അതിനകത്ത് ചോദിച്ചതേ ഉള്ളൂ. അതിനകത്ത് 2 അഭിപ്രായങ്ങൾ UDF-നകത്ത് തന്നെ ഉണ്ടായിരുന്നു, LDF-ൽ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് അല്ലേ? അപ്പോൾ ഏതായാലും അവസാനമായി UDF അധികാരത്തിൽ വന്നു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്, വന്നു എന്ന് കരുതുക. ഇനിയിപ്പോൾ LDF ആണെങ്കിൽ ആശങ്കയ്ക്ക് വഴിയില്ല. LDF-ൽ മുഖ്യമന്ത്രി ആവുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നു, ഭരണം മുന്നോട്ട് പോകുന്നു. UDF ആണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മത്സരം നടക്കും. അത്ര വലിയ മത്സരം നടക്കാൻ സാധ്യതയില്ല. കാരണം ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങ് വിചാരിക്കുന്നത് UDF ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇവർ വിചാരിക്കുന്നത് പോലെ ഇവർ അവകാശപ്പെടുന്ന അത്രയും വന്നില്ലെങ്കിൽ പോലും UDF-ന് ആണ് കൂടുതൽ സാധ്യത. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായവും അത് തന്നെയാണ് അല്ലേ? അപ്പോൾ എല്ലാവിധ അങ്ങേക്ക് ആഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? ഒപ്പം തന്നെ അവർക്ക് വരാൻ അവകാശമുണ്ട്, അതുപോലെ തന്നെ LDF-ന് വരാൻ അവകാശമുണ്ട്. ആര് വന്നാലും കേരളം ഭരിക്കട്ടെ എന്ന് ആശംസിക്കാം. ഈ സ്റ്റുഡിയോയിലെത്തുകയും രാഷ്ട്രീയ വിശകലനം നിരീക്ഷണമൊക്കെ നടത്തുകയും ചെയ്ത ശ്രീ ബേബി പച്ചോലിയോട് മീഡിയ 10-ന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം രാഷ്ട്രീയ നിരീക്ഷകർ UDF-ന് മുൻതൂക്കം കൽപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ LDF-ഉം പിന്നിലല്ല. UDF ഒരു പടി മുന്നേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ നിശ്ചയിക്കുന്ന ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.